ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് സുഭാഷ്. കുന്നുകര എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ ഇടറോഡുകളിലൂടെ അതിസാഹസ്യമായിട്ട് അതിവിദഗ്ധമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് നാട്ടുകാരെ വീട്ടിലെത്തിക്കുന്ന അതീവ സുന്ദരനും സത്യസന്ധനും കാണാൻ സുശീലനും മിടുക്കനും ചുറുചുറുക്കുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനുമായ നല്ലൊരു ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ എന്നെക്കുറിച്ചാണ് ഇങ്ങനെ പൊക്കി പറയുന്നത്. സത്യം പറയല്ല, എന്നെക്കുറിച്ച് നാട്ടുകാരോ വീട്ടുകാരോ ഇന്നൊരു നല്ല വർത്താനം പറയണത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. രമേശ് ചേട്ടാ, ഞാൻ പറഞ്ഞത് എൻ്റെ സ്റ്റാൻഡിൽ പല ടൈപ്പ് ഡ്രൈവർമാരുണ്ട്. ഒടക്കുരാമു, ഈ ഒടക്കുരാമുവിൻ്റെ വണ്ടി കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉടക്കാണ്. ഇപ്പോൾ ലുലുമാളി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ലുലുമാള ഒബ്രമാളി പോയാൽ പോരെ എന്ന് പറയും. മൊത്തത്തിൽ ഉടക്കായിരിക്കും. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും, വടക്കോട്ട് പറഞ്ഞാൽ പടിഞ്ഞാട്ട് പോകും, ഇവിടെ നിർത്താൻ പറഞ്ഞാൽ അവിടെ നിർത്തും. മൊത്തത്തിൽ ഉടക്കായിരിക്കും. പിന്നെ ഉള്ള ഡ്രൈവറാണ് പാവൻ രാജു. ഈ പാവൻ രാജുവിൻ്റെ വണ്ടി കയറിയിട്ട് ഇപ്പം എൻ്റെ വണ്ടിയിൽ കയറി പോവുകയാണെങ്കിൽ 50 രൂപ ഓട്ടണമെങ്കിൽ എത്ര രൂപയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 50 രൂപ എന്ന് പറയും. രാജേട്ടൻ്റെ വണ്ടി കയറി പോവുകയാണെങ്കിൽ ഇപ്പോൾ രാജേട്ടൻ പറയും 50 രൂപ ഇങ്ങനെ പറയുള്ളൂ. അല്ല, ഞങ്ങൾ 40 കൊടുക്കണ എന്നാൽ അതും മതി. ചിലപ്പോൾ അങ്ങ് ഒന്നും കൊടുക്കാറുമില്ല. എന്നാ വേണ്ട, അല്ല അങ്ങനെ പോവല്ലേ ഇങ്ങനെ അടി കൊടുത്താൽ പോലും രാജേട്ടൻ മിണ്ടൂല. അത്രക്ക് പഞ്ചപാവമാണ്. പിന്നെ മറ്റൊരു ഡ്രൈവറാണ് മിന്നൽ മുകുന്ദൻ. ഈ മിന്നൽ മുകുന്ദന്റെ വണ്ടി കയറിയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് കണ്ണടച്ചിട്ട് പറയണെങ്കിൽ ഉണ്ടല്ല, നമ്മൾ കണ്ണൂർ നോക്കുമ്പോൾ അപ്പം തന്നെയല്ല അവിടെ എത്തിയിട്ടുണ്ടാവും. അത്രക്ക് ഫാസ്റ്റായിട്ടാണ് മൂന്നഞ്ചേട്ടൻ പോണത്. ഇനി മൂന്നഞ്ചേട്ടനോട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മൂന്നഞ്ചേട്ടൻ പറയും അയ്യോ എനിക്കൊരു ഓട്ടോ ഉണ്ടട്ടാ മോനെ എന്ന് പറയും. എന്നിട്ട് നേരെ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടല്ല, യാത്രക്കാർ ഇരിക്കുന്ന സീറ്റിൽ കയറി കിടന്ന് നല്ല ഉറക്കമായിരിക്കുള്ളൂ പുള്ളി. പിന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിലെ ഡ്രൈവർമാരുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പേടിയാവും. മുള്ളൻ ജുബീഷ്, കരി ഷമീർ, മുതലത്തോമ, കുരുത്തങ്കട്ട കരുത്തിപ്പറമ്പിൽ, വെൽറ്റ് ഹംസ. ഇതൊക്കെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഗുണ്ടകളുടെ പേര് പോലെ ഇരിപ്പുണ്ടെങ്കിൽ ആൾക്കാർ പാവങ്ങളാ. രാവിലെ തന്നെ സ്റ്റാൻഡിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ചായക്കടയിൽ യുക്രൈനിലെ യുദ്ധവും അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരും വ്ളാഡിമിർ പുടിന്റെ അച്ചാച്ചന്റെ പേരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ചർച്ചയ്ക്ക് ഇരിക്കണതാണ്. അവന്റെ ഭാര്യ മറ്റവൻ്റെ കൂടെ പോയി, മറ്റവന്റെ ഭാര്യ ഇങ്ങോട്ട് പോയി, ധവൻ കഞ്ചാവാണ്, അവന്റെ വീട് പണി എന്തായി. ഇവർക്കൊക്കെ ചായ കുടിക്കാനും ബീഡി വലിക്കാനൊക്കെ എവിടെ നിന്ന് കാശ് കിട്ടണമെന്നാണ് ഞാൻ ആലോചിക്കണം. സത്യം പറഞ്ഞാൽ ഇവർ ഒരു പണിക്കും പോവാറുമില്ല. ചിലപ്പോൾ ഇവരുടെയൊക്കെ ഭാര്യമാർ വല്ല തൊഴിലുറപ്പിനും പോകണ്ടാവും. പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ബസ് കയറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, പണിക്ക് പോകാൻ നിൽക്കണ 1-2 മലയാളികൾ, പണിക്ക് പോകാൻ നിൽക്കണ ഒരുപാട് ബംഗാളികൾ. ഈ ഭായിമാരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ വന്ന് വണ്ടി വിളിക്കുന്നത്. ഈ ഓട്ടോറിക്ഷയുടെ ലൈസൻസ് എടുക്കുന്ന കൂട്ടത്തിൽ ഈ ഓട്ടോറിക്ഷക്കാർക്ക് ഹിന്ദി പഠിപ്പിച്ചു കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇവർ വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് കഴിയും ഹിന്ദി അറിയാത്ത കാരണം. അപ്പോൾ എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് തന്നെ ഒരു ഭായി ഉണ്ട്, ജഗ്ഗുബായി. ഈ ജഗ്ഗുബായി ഇലക്ഷൻ വന്നപ്പോൾ നാട്ടിൽ പോയി. ഈ ഇലക്ഷൻ വരുമ്പോഴാണല്ലോ മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുക. മിണ്ടാത്തവർ മിണ്ടും, ചിരിക്കാത്തവർ ചിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ മിണ്ടുമില്ല ചിരിക്കുമില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ജഗ്ഗുബായിയുടെ നാട്ടിൽ ചെന്നു. ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് വിളിച്ചു, സുഭാഷ് ഭായ് തൂ കഹാ ഹേ മേ ജഗ്ഗുബായ് ഹേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജഗ്ഗുബായ് മേ കുന്നുകര സ്റ്റാൻഡിൽ ഓട്ടോ ഇല്ലാണ്ട് വായും വിളിച്ച് നോക്കിയിരിക്കണേ എന്ന് പറഞ്ഞു. അച്ചാ ഹേ ഹോത്താ ഹേ ജാത്താ ഹേ. ഇവൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് കിട്ടണില്ല. അത് ഇവന് മനസ്സിലായിട്ട് ഇവൻ എന്നോട് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം, അച്ഛനമ്മയ്ക്ക് എന്തിരിക്കുന്നു, സുഖല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കണവൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും. അങ്ങനെ ഇവൻ്റെ ഫോണിൽ നിന്ന് ഒരു ദിവസം ഒരു കോൾ വന്നു. ഇവൻ്റെ ഭാര്യയെന്ന് തോന്നുന്നു കണകുണാന്ന് ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഫോൺ കൊടുത്ത് അവന് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാം. എടാ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവൻ ഫോൺ വാങ്ങിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാ ജഗ്ഗുബായിയുടെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ അവള് അവിടെ ഫ്രീ ആണ്, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ സ്വീകരിക്കുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിറക്കാത്തിരിക്കണം എൻ്റെ പെണ്ണും പിള്ളനെ കൊണ്ട് എന്നെ പുറത്തു വിട്ടിട്ടിരിക്കുക ഞാൻ ചില സമയത്ത്. ഞാൻ ജഗ്ഗുബായിയുടെ ഭാര്യ. എനിക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഗോ ബാക്ക്. ഈ വാക്ക് ഞാൻ ആ ഫോൺ വാങ്ങിച്ചിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു ഗോ ബാക്ക് എന്ന് പറഞ്ഞു. ഈ ഗോ ബാക്ക് എന്ന് പറഞ്ഞ സംഭവം ഏറ്റു. പിന്നെ ആ പെണ്ണെന്നെ വിളിക്കാറില്ല. അങ്ങനെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തൊക്കെ ഞാൻ ഈ ഗോ ബാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മോനെ ബോഡി കുളിപ്പിക്കാൻ എടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഗോ ബാക്ക്, ബാക്കിൽ കിടപ്പുണ്ട് എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ലുലുമാളി ചെന്നുണ്ട്, സാർ പ്ലീസ് വെൽക്കം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോ ബാക്ക്, മാറിക്ക്, ഞാൻ ഇടയ്ക്ക് കയറിപ്പോട്ടെ. അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ സംസാരിക്കണം. അങ്ങനെ 8 ഭായിമാരൂടി എൻ്റെ ഓട്ടം വിളിക്കാൻ വന്നു. ഈ ഓട്ടോറിക്ഷയിൽ 1-2 പേര് കയറിയിട്ട് കട്രോളർ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ അമ്മേ അച്ഛാ അമ്മമ്മേ അയ്യോ എന്നൊക്കെ ഉള്ള വിളി കേൾക്കാൻ പറ്റും നമുക്ക് ഈ കട്ടറയാടുമ്പോൾ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം പേരൊന്നും വണ്ടി കയറ്റാറില്ല. അപ്പോൾ 8 പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു 4 ആദ്മി ഗോ ഓട്ടോ में अंदर में जाता है, ബാക്കി 4 ആദ്മി ഗോ ബാക്ക്. 4 പേർക്ക് എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറാം, ബാക്കി 4 പേര് മാറിയിരിക്കാൻ പറഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ അവർ 4 പേര് മാറിയിരുന്നു. ഞാൻ ഈ 4 പേരായിട്ട് ഇവർ പറഞ്ഞ സ്ഥലത്തെത്തി, വണ്ടി നിർത്തി. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാശ് വാങ്ങിച്ച് വണ്ടി എടുക്കാൻ നേരത്ത് അതിനകത്ത് ഇറങ്ങിയ ഭായിമാരൊക്കെ പടി ഒച്ചപ്പാടും പോളൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തിയെ പുറയില് ഓട്ടോറിക്ഷയുടെ പുറയില് എഞ്ചിൻ റൂമിൽ 4 പേര് കയറിയിരിപ്പണെന്ന് അപ്പോഴേ ഞാൻ അറിഞ്ഞു. ഞാൻ ഇവരോട് ഗോ ബാക്ക് എന്ന് പറഞ്ഞത് മാറിയിരിക്കാനാണ് പറഞ്ഞത്. ഇവര് വിചാരിച്ച് ബാക്ക് കയറിയിരിക്കാനാണ്. പിന്നെ ഈ ഗോ ബാക്ക് അത് ഞാൻ ഉപയോഗിക്കാറില്ല. ഗാന്ധി ജയന്തിയുടെ അന്ന് ബാറും ബിവറേജൊന്നും തുറക്കൂലെന്ന് ചില ഭായിമാർക്ക് അറിയില്ല.
അപ്പോൾ 2-3 ഭായിമാർ വന്നിട്ടുണ്ട് ബാറിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാറിന് ഹിയ ബിവറേജിന് ഹിയ കളിഷാപ്പിന് ഹിയ എന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുള്ള. അങ്ങനെ ഇവരെയും കൊണ്ട് ഞാൻ ബാറിൻ്റെ മുമ്പിൽ ചെന്നു, ഷട്ടർ അടച്ചിട്ടാണ്. ബിവറേജിൻ്റെ മുമ്പിൽ ചെന്നു, ഷട്ടർ അടച്ചിട്ടാണ്. കളിഷാപ്പിൻ്റെ മുമ്പിൽ ചെന്നു, ഷട്ടർ അടച്ചിട്ടാണ്. അങ്ങനെ പോയി ചെറായി ബീച്ചിൽ ചെന്നു. ചെറായി ബീച്ചിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ബീച്ച് വരെ എത്തിയില്ലേ, ഇനി ബീച്ചൊക്കെ കണ്ടിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ ഒരു ബീച്ച് കാണാൻ പോയി. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭായിമാരൊക്കെ കൊണ്ട് ഓടി വന്നേക്കെ, ചേട്ടാ വണ്ടി എടുക്ക് ചേട്ടാ, വേഗം പോവാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചേട്ടാ വണ്ടി എടുക്ക് ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഞാൻ വണ്ടി എടുത്തു, ഇവരെ കയറ്റി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ 5-6 പേര് ബൈക്കിന് വന്നിട്ട് ഈ ഓട്ടോൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് പറഞ്ഞു ഇറങ്ങടാന്ന് പറഞ്ഞു. വളരെ സൗമ്യനായിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, എൻ്റെ ഏട്ടാ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പട്ടയിൽ തന്നെ അടി കൊണ്ടിട്ട് ഞാൻ പമ്പരം പോലെ കറങ്ങി കണ്ണൂർ നോക്കിയപ്പോൾ ലവേഴ്സ് കിളികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. അത് നോക്കിയപ്പോൾ ഭായിമാർ ചോര കുളിച്ചിരിക്കുക. ഇടിയൊക്കെ കഴിഞ്ഞ് ഇടി എല്ലാവരും കഴിഞ്ഞ് ഭായിമാർ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഭായ് ക്യാ പ്രശ്നം ഹേ, ക്യാ പ്രോബ്ലം ഹേ, എന്തുണ്ടായേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഭായ് പറയാ ഉൾട്ടേക്കലിയെ ജാനകിലിയെ ടണ്ടേ ഹോതേ ഹേ ടമുക്ക് മാറാന്ന്. ഇതെന്ത് പണ്ടാറൊന്നും എനിക്ക് മനസ്സിലായില്ല. അടി കൊണ്ടിട്ട് എൻ്റെ റിലേ പോയതാണ്, ഇനി അവൻ്റെ റിലേ പോയതാണെന്ന് പറഞ്ഞു. പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവര് ബീച്ച് കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ 2-3 മദാമകൾ ഇങ്ങനെ വെയിൽ കൊള്ളാൻ വേണ്ടി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പുറംതിരിഞ്ഞ്. അത് കണ്ടപ്പോൾ ഇവർ ഓ സൂപ്പർ ബാക്ക് എന്ന് പറഞ്ഞു. ആ ബാക്കിൻ്റെ അടിയാണ് എനിക്ക് ഓട്ടോറിക്ഷയിൽ കിട്ടിയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്തായാലും ഈ വേദിയിൽ വന്ന സ്ഥിതിക്ക് എനിക്കൊരു പാട്ട് പാടണമെന്ന് ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ പാടിയാണ്. ഏത് പാട്ടാ പാടുന്നത്? ഹിന്ദി പാട്ട്. ഹിന്ദിയാണ്. തേരി മേരി മേരി തേരി പ്രേം കഹാനി എന്താണ് അല്ലേ? എനിക്ക് ഇത്രയും നേരമായിട്ട് ഹിന്ദി പറയാൻ അറിഞ്ഞൊന്നും മനസ്സിലായില്ല. ഞാൻ തുടക്കം മുതൽ പറഞ്ഞു എനിക്ക് ഹിന്ദി പറയാൻ അറിയില്ല സത്യമായിട്ടും.